സൗഖ്യത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 33 വർഷമായിട്ട് സീനിയർ കൺസൾട്ടൻ്റായി ജോലി ചെയ്തു വരുന്നു. ഞാൻ ഒരു തിരുവചനത്തിലെ ഒരു സുവിശേഷ വചനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനം 16:12. ഇന്ന് നാം സംസാരിക്കുന്നത് എപ്പിസോഡിൽ മുടി കൊഴിച്ചിലിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരെയും ഏറെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഏവർക്കും വളരെ ക്ലേശകരമായ ഒരവസ്ഥയാണ് മുടി കൊഴിയുക എന്നുള്ളത്. സാധാരണ രീതിയിൽ ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ തലയിൽ നിന്ന് 50 മുടി മുതൽ 100 മുടി വരെ കൊഴിയാം. സാധാരണ രീതിയിൽ കൊഴിയാം മാക്സിമം. അതിൽ കൂടുതൽ കൊഴിയുകയോ തലമുടി കടയോടുകൂടി പറഞ്ഞു പോരുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണ് മുടി കൊഴിച്ചിൽ എന്ന് നാം പറയുന്നത്. ഈ മുടി കൊഴിച്ചിലെ ഒരു ലക്ഷണമായിട്ട് കാണുന്നു. അത് പല അസുഖങ്ങളുമായിട്ട് അനുബന്ധമായിട്ട് കാണുന്നു. ചില പോഷകാഹാരങ്ങളുടെ കുറവ് മൂലം ഈ മുടി കൊഴിച്ചിൽ കാണുന്നു. ചില ഔഷധങ്ങളുടെ പാർശ്വഫലമായിട്ടും സൈഡ് ഇഫക്റ്റായിട്ടും മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. ഇനി മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1, പ്രായം. 2, തെറ്റായ ജീവിതശൈലി. 3, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ്. 4, ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമം. അപ്പോൾ എന്താണ് ഭക്ഷണക്രമം? ഇനി മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ളതൊന്നാണ് പ്രോട്ടീൻ. അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് മുട്ടയിലാണ്. അപ്പോൾ മുട്ട കഴിക്കേണ്ടത് ചെറുപ്രായത്തിലാവുമ്പോൾ എല്ലാ ദിവസവും, ഇത്തിരി പ്രായം കവിഞ്ഞ് 50 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ആഴ്ചയിൽ 4 മുട്ട വെച്ചെങ്കിലും കഴിക്കണം. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന മഞ്ഞക്കരുവിലുള്ള പ്രോട്ടീൻ മുടിയുടെ വളർച്ചയ്ക്ക് ഏറെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. രണ്ടാമത് പറയുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് പഴവർഗ്ഗങ്ങൾ, വിറ്റമിൻ സി. അപ്പോൾ വിറ്റമിൻ സി നമുക്കറിയാം, ഏറ്റവും കൂടുതൽ റിച്ചായിട്ടുള്ള വിറ്റമിൻ സി ഉള്ളത് ഫ്രൂട്ട്സിലാണ്. അത് ഈ വിറ്റമിൻ സി എപ്പോഴും ഇരുമ്പ് സത്തിനെ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നു, അല്ലെങ്കിൽ ഇരുമ്പ് സത്തിൻ്റെ ആഗിരണത്തെ ത്വരിതപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമതായിട്ട് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് വിറ്റമിൻ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്കറികളിലാണ് കൂടുതൽ വിറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത്. അത് നമ്മുടെ മുരിങ്ങയുടെ ഇല, മറ്റ് ചീര, മറ്റെല്ലാത്തരം പയറിൻ്റെ ഇല, എല്ലാത്തരം ഇലക്കറികളിലും ഈ വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇനി ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയും. അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലുള്ളത് ചാള, അയില, അങ്ങനെയൊക്കെയുള്ള ഒലീവ് ഓയിൽ, ഇങ്ങനെയൊക്കെയാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളത്. ഇനി മറ്റൊരു ഘടകം നമ്മുടെ ആഹാരത്തിലുള്ളത്, നമ്മുടെ ഒരു പോഷക മൂല്യമായിട്ട് നമ്മൾ പറയുന്നത് വിറ്റാമിൻ മധുരക്കിഴങ്ങ് എന്ന് പറയും. മധുരക്കിഴങ്ങ് ഒരു ചുവന്ന തൊലിയായിട്ടുള്ള നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചില വീടുകളിൽ പറമ്പൊക്കെ ഉള്ളവർ നട്ട് വളർത്തുന്നതുമാണ് ഈ മധുരക്കിഴങ്ങ്. ഈ മധുരക്കിഴങ്ങിൽ റിച്ചായിട്ടുള്ള വൈറ്റമിൻ എ ഉണ്ട്. അത് വളരെയധികം മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു വിഷയമാണിത്. മധുരക്കിഴങ്ങ് കഴിക്കുന്നത് മുടിക്ക് നല്ലതാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഗ്യാസാണെന്നും പറഞ്ഞത് മാറ്റിവെക്കും. പിന്നെ പറയുന്നതാണ് അവക്കാഡോ, വെണ്ണപ്പഴം എന്ന് പറയും. ഒരു പച്ച നിറത്തിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു പഴമാണത്. അത് ഈ എക്സ്ട്രീം തണുപ്പുള്ള പ്രദേശങ്ങളിൽ, ഹൈ റേഞ്ച് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തേക്കടി അടുത്തൊക്കെ ഞങ്ങളുടെയൊക്കെ കോൺവെൻറ്റിൽ അത് കണ്ടിട്ടുണ്ട്. വെണ്ണപ്പഴം, അവക്കാഡോ എന്ന് പറയും. അത് ഉള്ള ഒരു ക്രീം പച്ച നിറത്തിലായിരിക്കും അതിൻ്റെ പൾപ്പ്. അത് പൾപ്പെടുത്തിട്ട് അതിൽ സ്വല്പം വെള്ളത്തിനേക്കാൾ നല്ലത് കുറച്ച് പാല് ചേർത്ത് പഞ്ചസാര ചേർത്തിട്ട് അത് അടിച്ച് നല്ല ഒരു ക്രീം ജ്യൂസായിട്ട് നമ്മൾ കഴിക്കുന്നത്, ദിവസത്തിൽ ഒരു അവക്കാഡോ വെച്ച് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതിൽ ഒത്തിരി പ്രോട്ടീൻ ഐറ്റം ഉണ്ട്. അപ്പോൾ അത് ഒത്തിരി നല്ലതാണ് മുടിയുടെ വളർച്ചയ്ക്ക്. ഇനി നമുക്കറിയാവുന്നതുപോലെ നമ്മളധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. ഇതൊക്കെയാണ് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങൾ. ഇനി നമ്മൾക്ക് ഈ മുടി കൊഴിച്ചിൽ എന്നുള്ളതാണ് നമ്മുടെ വിഷയം.
അപ്പോൾ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇനി 2 സബ് ഡിവിഷനാക്കാം നമുക്ക്. പെട്ടെന്ന് മുടി കൊഴിയുക, രണ്ടാമത്തത് സാവകാശം മുടി കൊഴിയുക. പെട്ടെന്ന് മുടി കൊഴിയുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ഒരു സർജറിക്ക് ശേഷം, പ്രസവശേഷം, അല്ലെങ്കിൽ കടുത്ത ഒരു പനി നമുക്കുണ്ടാകുകയാണെങ്കിൽ ആ പനിക്ക് ശേഷവും പെട്ടെന്ന് മുടി കൊഴിയും. പിന്നെ അത് നമുക്ക് വേറെ ഒരു ആസ്പെക്റ്റ് വരുന്നത്, ചില അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ ക്യാൻസർ പേഷ്യൻസിന് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുകയാണെങ്കിൽ, അതായത് ക്യാൻസർ ഇഞ്ചക്ഷൻ്റെ പേരാണ് കീമോതെറാപ്പി. ഈ കീമോതെറാപ്പി നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യത്തെ കീമോതെറാപ്പി കഴിയുമ്പോൾ തന്നെ ചിലർക്ക് സ്ലോ ആയിട്ട് മുടി കൊഴിയാൻ തുടങ്ങും. 7 or 9 കീമോതെറാപ്പി കഴിയുമ്പോൾ കംപ്ലീറ്റ് ബാൾഡായിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മുട്ടത്തലയായിരിക്കും. അത് സാവകാശം അത് ഡെവലപ്പ് ചെയ്ത് മുടി വളർന്ന് കയറും. എന്നിരുന്നാലും ഈ കീമോതെറാപ്പിയുടെ ഒരു പാർശ്വഫലമായിട്ട് വരുന്ന ഒരു കണ്ടീഷനുണ്ട്. അത് പെട്ടെന്നുള്ള മുടി കൊഴിച്ചിലായിരിക്കും. നമുക്കറിയാം, കേശദാനമൊക്കെ ഞങ്ങളുടെ അമല ഹോസ്പിറ്റലിൽ കേശദാനത്തിൻ്റെ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് പലരും അത് മുടി തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ കേശദാനത്തിന് നമ്മൾ ഇതിന് വേണ്ടതായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്ത് നമ്മൾ അതിനൊക്കെ ഉള്ള ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ ചെയ്യുന്നുണ്ട്, ഒഫീഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി വളരെ സാവകാശം മുടി കൊഴിയുക എന്നുള്ളൊരവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ എന്താണത്? തെറ്റായ ജീവിത രീതി, പ്രോപ്പറായിട്ടുള്ള ഫുഡ്, പോഷകാഹാരങ്ങളുടെ കുറവ്, പിന്നെ ചില ഹോർമോണുകളുടെ ഇംബാലൻസ്. നമ്മുടെ സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ചില ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് നമ്മൾ മുടി കൊഴിയുന്നുണ്ട്. സാവകാശമാണത്. പിന്നെ നമ്മൾ ചില അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ PCOD, പെൺകുട്ടികളിൽ കാണുന്നതാണ് PCOD. പിന്നെ തൈറോയിഡ് പ്രോബ്ലംസ്, അത്. പിന്നെ വരുന്നത് ചില മെഡിസിൻസിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് ഈ മുടി കൊഴിച്ചിൽ വരുന്നുണ്ട്. പിന്നെ ജനറ്റിക്കായിട്ട്, പാരമ്പര്യമായിട്ട് നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ പേരൻസിനൊക്കെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിയുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അല്ല, എന്നിരുന്നാലും ജനറ്റിക് റീസൺ ഒരു പ്രധാനപ്പെട്ട റീസണായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ തലയിലെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ് മൂലം നമ്മൾ ഈ മുടി കൊഴിച്ചിൽ കാണുന്നുണ്ട്. പിന്നെ ഉള്ളൊരു കോമൺ ഇതാണ്, നമ്മൾ പല ആൾക്കാർക്കും നമ്മൾ കാണുന്നതാണ്, എന്താണ്? താരൻ നമ്മുടെ തലയിലുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് മുടി കൊഴിഞ്ഞിരിക്കും. ഇതൊക്കെയാണ് സാവകാശം സ്ലോ ആയിട്ട് മുടി കൊഴിയുന്നതിൻ്റെ ചില കാരണങ്ങൾ ഞാനിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചികിത്സയുടെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ, അപ്പം മുടി കൊഴിച്ചിലായിട്ട് ഒരു വ്യക്തി നമ്മുടെ OPയിലേക്ക് വന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ അത് ഡയഗ്നോസ് ചെയ്യണം. എന്ത് കാരണത്താലാണ് ഈ വ്യക്തിക്ക് മുടി കൊഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രോഗങ്ങളോടും ബന്ധപ്പെട്ട് ഈ മുടി കൊഴിയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില മുടി കൊഴിച്ചിൽ കാണുന്നത് ചില പെൺകുട്ടികൾക്ക്, അവർക്ക് നമ്മൾ ചോദിച്ചു വരുമ്പോൾ പീരിയഡ്സ് ഇറഗുലറായിരിക്കും. അപ്പോൾ PCOD ഉള്ളതുകൊണ്ടാണ് ആ കുട്ടിയുടെ മുടി കൊഴിയുന്നത്. അപ്പോൾ PCODയുടെ ചികിത്സാക്രമങ്ങൾ പ്രോപ്പറായിട്ട് ആ കുട്ടിക്ക് കൊടുത്ത് അതിൻ്റെ കൂടെ മുടി കൊഴിച്ചിലിൻ്റെ എണ്ണയും അതുപോലെ തന്നെ പ്രയോഗങ്ങൾ കൊടുത്താൽ ഓക്കെ, അത് ബെറ്റർ ആവും. ഇനി വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞാൽ, വൈറ്റ് ഡിസ്ചാർജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലും യുവതികളിലും പിന്നെ വിവാഹം കഴിഞ്ഞവർക്കും കാണുന്ന വേറൊരു അസുഖമാണ് വൈറ്റ് ഡിസ്ചാർജ്മെൻറ്റ്. ഭയങ്കര ക്ഷീണവും ഭയങ്കര തളർച്ചയും വിശപ്പില്ലായ്മയും ഒക്കെ കാണുന്ന, അനീമിയ, വളർച്ചയുണ്ടാവും അവർക്ക്. ഈ കണ്ടീഷൻസിൽ മുടി കൊഴിയും. അപ്പോൾ ഇത് വേറൊരു ഡയഗ്നോസിസാണ്, അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് മുടി കൊഴിയുന്നു. ഇനി വെറുതെ നമുക്ക് വേണ്ടത്ര ഇരുമ്പ് സത്ത് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അതിലും നമുക്ക് മുടി കൊഴിച്ചിൽ കാണും. അപ്പോൾ ഈ വരുന്ന പേഷ്യൻറ്റിൽ മുടി കൊഴിയാനായിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൻ്റെ നിർണയത്തിലേക്ക് വരണം. ഇതൊന്ന് പിന്നെ നമ്മൾ യൂത്ത് ചെറുപ്പക്കാരിൽ കാണുന്നതാണ്, നമ്മൾ കേരളത്തിന് പുറത്തും ഒക്കെ പഠിക്കാൻ പോയി ക്ലോറിൻ കൂടുതലായിട്ടുള്ള വെള്ളം നമ്മുടെ തലയിൽ ഒഴിച്ച് കുളിച്ചു കഴിഞ്ഞാൽ അതുമൂലം നമ്മൾക്ക് സാധാരണ രീതിയിൽ മുടി കൊഴിയാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോണ പിള്ളേർക്ക് മുടി കൊഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ എക്സ്പോഷർ അവിടെ നിന്ന് പഠനം കഴിഞ്ഞ് വരുന്നവരെയും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ അത് മനസ്സിലാക്കണം. അതനുസരിച്ച് എണ്ണകൾ നമുക്ക് കൊടുക്കാം. എന്നിരുന്നാലും നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ അവരുടെ എന്താണ് അതിൻ്റെ ഓൺസെറ്റ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് അറിയണം. പിന്നെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഒരു പെട്ടെന്നുണ്ടാകുന്നൊരു സ്ട്രെസ്സ്, ചിലർക്ക് അത് സ്ട്രെസ്സിനോട് കൂടി നരയും വരും, കൊഴിച്ചിലും വരും. ഒരു പെട്ടെന്നൊരു മെൻ്റൽ ഷോക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഫാക്ടർ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു മരണമോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ ഒരു ഭയമോ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു മെൻ്റൽ സ്ട്രോമ ഉണ്ടായിട്ട് വരുന്ന
മുടി കൊഴിച്ചിൽ, അതിനുശേഷം മുടി കൊഴിയുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് സാധാരണ രീതിയിലുള്ള മുടി കൊഴിയാനുള്ള കാരണങ്ങൾ നമ്മൾ ചോദിച്ചറിയേണ്ടത്. ഇനി നമ്മൾ മുടി കൊഴിച്ചിൽ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നത് എണ്ണകളാണ്. പലതരം എണ്ണകൾ നമ്മൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീലിഭൃംഗാതി വെളിച്ചെണ്ണ. ഇനി നീലിഭൃംഗാതി വെളിച്ചെണ്ണ ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല നീർക്കെട്ടും തണുപ്പ് തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക്, പെട്ടെന്ന് നീരിറങ്ങി തലവേദന കഴുത്ത് വേദനയൊക്കെ വരുന്നവർക്ക് നീലിഭൃംഗാതി ഒറ്റയ്ക്ക് കൊടുത്താൽ ശരിയാവില്ല. അപ്പം നമ്മൾ നീലിഭൃംഗാതിയുടെ കൂടെ നമ്മൾ ചേർക്കേണ്ടത്, നീലിഭൃംഗാതിയുടെ നരസിംഹം വെളിച്ചെണ്ണ ചേർക്കാം, കയ്യുണ്യാതി വെളിച്ചെണ്ണ ചേർക്കാം. അപ്പം അങ്ങനെ കോമ്പിനേഷൻ ആയിട്ടുള്ള എണ്ണകളുടെ പ്രയോഗങ്ങളാണ് നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. ഒറ്റയ്ക്ക് അങ്ങനെ കൊടുക്കാറില്ല. ഇനി വേറെ ഉള്ളിലേക്കുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞാൽ മഹാകല്യാണകൃതം, അത് ഹോർമോൺസിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതാണ്. മഹാകല്യാണകൃതം രാത്രി കിടക്കാൻ നേരത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ചവിനപ്രാശലേഹം, അതിൽ നെല്ലിക്ക, വൈറ്റമിൻ സി ധാരാളം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വൈറ്റമിൻ സി നെല്ലിക്ക മെയിൻ കണ്ടൻ്റാണ് നമ്മുടെ ഈ ചവിനപ്രാശത്തിൽ. അപ്പോൾ അത് ഇനിയിപ്പോൾ ലേഹ്യം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ജെറി ഫൂട്ട് ടാബ്ലറ്റ്, അതിന് മെയിൻ കണ്ടൻറ്റ് ഈ ചവിനപ്രാശം തന്നെ ടാബ്ലറ്റ് ഫോമിലാക്കുന്നതാണ് ജെറി ഫൂട്ട് ടാബ്ലറ്റ്. അതും ഒത്തിരി ഇഫക്റ്റീവാണ്. പിന്നെ നമ്മൾ കല്യാണകം കഷായം, ദ്രാക്ഷാദി കഷായം, അതായത് ഹീമോഗ്ലോബിൻ കുറവുണ്ടോ എന്നുള്ളത് നന്നായിട്ട് ചെക്ക് ചെയ്യണം. ഹീമോഗ്ലോബിൻ കുറവുണ്ടെങ്കിൽ അന്നഭേദി ടാബ്ലറ്റ് അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് മുടി കൊഴിച്ചിൽ നിൽക്കില്ല. ഇനി വൈറ്റ് ഡിസ്ചാർജ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതോടൊപ്പം തന്നെ ഫെമിപ്ലെക്സ് ടാബ്ലറ്റ്, മുസ്ലി ഗദ്രാദി കഷായം, അങ്ങനെയൊക്കെയുള്ള ശതാവരി ഗുളം അല്ലെങ്കിൽ ശതാവരി കൃതം, ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള നല്ല എണ്ണകൾ കൊടുക്കണം. ഇനിയും അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു കമ്പനി മരുന്നുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കേശവർദ്ധിനി തൈലം, അതോടൊപ്പം തന്നെ സെസ ഓയിൽ, ന്യൂട്രിച്ച് ഓയിൽ, ന്യൂട്രിച്ച് ക്യാപ്സൂള്, ഇതൊക്കെ നമ്മൾ കമ്പനിയായിട്ട് ചില കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില മരുന്നുകളാണ്. ഇപ്പം ഞാൻ നേരത്തെ ഈ പറഞ്ഞതെല്ലാം. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ PCOD ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, PCOD ഉള്ള കുട്ടികൾക്ക് വരണാതി കഷായം, കാഞ്ചനാര ഗുഗുലു, പിന്നെ നമ്മുടെ പീരിയഡ്സൊക്കെ നോർമലായിട്ട് പോവാനായിട്ട് സൈക്ലോട്രിൻ സിറപ്പ്, അശോകാരിഷ്ടം, അതോടൊപ്പം തന്നെ രജപ്രവൃത്തിനി വടി, ഇതൊക്കെ ചേർത്തിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ വേണ്ടത്ര ഇഫക്റ്റ് വരുള്ളൂ. ഇനി നമ്മൾ മുടി കൊഴിച്ചിലിനോട് അനുബന്ധിച്ച് കാണുന്ന ഇപ്പോൾ യങ്സ്റ്റേഴ്സിലടക്കം കാണുന്നുണ്ട്, ചെറിയ കുട്ടികളിലടക്കം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്, നരയ്ക്കുക. നരയ്ക്കുക എന്ന് പറയുന്നത് വളരെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്, പാരമ്പര്യമുണ്ട്, പിന്നെ ഈ ഹീമോഗ്ലോബിൻ്റെ ഇരുമ്പ് സത്തിൻ്റെ കുറവുകൊണ്ട് നമ്മൾ ഈ മുടി നരയ്ക്കാറുണ്ട്. അപ്പോൾ അത് നരയ്ക്കുമ്പോൾ നമ്മൾ ഈ എണ്ണകളുടെ കൂടെ സ്പെഷ്യൽ തിലാതി ചൂർണം എന്ന് പറയുന്നത് കാരളാണ്, കറുത്തള്ള്, അതും വേറെ കുറേ മരുന്നുകൾ ചേർത്ത് പൊടിച്ചിട്ടുള്ളൊരു പൊടിയാണ് ഈ സ്പെഷ്യൽ തിലാതി ചൂർണം. ഈ ചൂർണം ഈ എണ്ണയുടെ കൂടെ ചാലിച്ച് മിക്സ് ചെയ്തിട്ട് തലയുടെ സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് നമ്മൾ പുരട്ടി കൊടുക്കുന്നത് ഈ മുടി നരയ്ക്കുന്നതിന് ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മുടി കൊഴിച്ചിലിന് നമ്മൾ കൊടുക്കുന്ന റെസിപ്പീസ്. ഇതൊക്കെയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ചില ഒറ്റമൂലികളെ കുറിച്ച് നമുക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ടുള്ള ചില ഒറ്റമൂലികൾ. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഉള്ളുവെങ്കിൽ നമ്മൾ കൂവളത്തിൻ്റെ ഇല, കുറുന്തൊട്ടി ഇല, ചെമ്പരത്തിയുടെ ഇല, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല കല്ലുമ്മ ഉരച്ച് നല്ല താളി രൂപത്തിലാക്കിയിട്ട് ഈ മൂന്നും കൂടി ഇലകൾ താളിയാക്കി തലയിൽ മാസത്തിലൊരിക്കലോ മാസത്തിൽ 2 വട്ടമോ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ നേരം അല്ലെങ്കിൽ അരമണിക്കൂർ നേരം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ തലമുടി കഴുകിക്കളയാം. പിന്നെ വേറൊരു ഇത് പറയണത്, ഈ ചെമ്പരത്തി 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തി, ആ ചെമ്പരത്തിയുടെ പൂവ് അരച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കാൻ പറയും. അത് ആഴ്ചയിൽ 1 വട്ടം ആഴ്ചയിൽ 2 വട്ടം വെച്ച് തേച്ച് പിടിപ്പിച്ച് തലമുടി കഴുകി കളയാൻ പറയും. ഇത് ഒത്തിരി ഒറ്റമൂലിയായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇനി വേറൊന്ന് പറയണത്, നമ്മൾ ഈ നമ്മുടെ ചെമ്പരത്തിയുടെ തന്നെ ആ പൂവ്, ചെമ്പരത്തിയുടെ 5 അതിലുള്ള ചെമ്പരത്തിയാണ്, അതിനകത്ത് ചെമ്പരത്തി തെച്ചിപ്പൂവ്, അതോടൊപ്പം തന്നെ തുളസി കതിരൊക്കെ ചേർത്ത് അരച്ച് അത് പേസ്റ്റാക്കിയിട്ട് അത് വെളിച്ചെണ്ണ കാച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പറയുന്നത് ഒരുപാട് നല്ലതാണ് മുടി കൊഴിച്ചിലിന്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കറ്റാർവാഴ, അലോയ് വെറ ജ്യൂസ് എടുത്ത് അതിൻ്റെ ഉള്ളിലെ പൾപ്പെടുത്ത് അത് ജ്യൂസാക്കിയിട്ട് അത് നമ്മൾ വെളിച്ചെണ്ണ കാച്ചിട്ട് നമ്മൾ തലയിൽ തേക്കാനായിട്ട് പറയും.
പിന്നെ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരിത് പറയണത് എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ആര്യവേപ്പില ഇട്ടിട്ട് അത് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം തണുപ്പിച്ച് അതുകൊണ്ട് നന്നായിട്ട് തലയിൽ തേച്ച് ഇങ്ങനെ താളി പോലെ തലയിൽ തേച്ചിട്ട് കുളിക്കാൻ പറയും. അത് ഒരുപാട് നല്ലതാണ് മുടി കൊഴിച്ചിലിന്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ മുടി കൊഴിച്ചിലിന് കൊടുക്കുന്ന റെസിപ്പീസ്. ഇതിൽ പ്രധാനപ്പെട്ടത് വെളിച്ചെണ്ണകളാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, മെഡിക്കേറ്റഡ് എണ്ണകൾ. ഇനി അതിൻ്റെ കൂടെ ഇൻറ്റേർണലായിട്ട് ഓരോ അസുഖത്തിനോടനുബന്ധിച്ചിട്ടുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ ആ അസുഖത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് കൂടി നമ്മൾ ചേർത്ത്, ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, വൈറ്റ് ഡിസ്ചാർജ്മെൻറ്റ്, PCOD, അതോടൊപ്പം തന്നെ വേറൊരു ശരീരത്തിൽ ഇരുമ്പ് സത്ത് കുറയുക, അതായത് വിളർച്ച ഉണ്ടാകുന്നവർക്ക് മുടി കൊഴിയും, നഖമൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളതിൽ ആ രക്തത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന കോമ്പിനേഷൻസ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് വിചാരിച്ച ഒരു ഇഫക്റ്റിലേക്ക് ഇത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റെസിപ്പീസും ഔഷധങ്ങളും, പുറത്ത് തേക്കുന്ന എണ്ണകളും, ഉള്ളിലേക്ക് കൊടുക്കുന്ന ഔഷധങ്ങളും, അതുപോലെ തന്നെ സിംഗിൾ ഡ്രഗ്സും ഞാൻ പറഞ്ഞു. ഇനി എന്താണ് നമുക്ക് അപഥ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരുപാട് കെമിക്കൽസ് ഉള്ള ഷാമ്പൂ അതുപോലെ സോപ്പുകൾ നമ്മൾ ഒഴിവാക്കണം. പിന്നെ തല ചൂടുവെള്ളത്തിൽ കുളിക്കരുത് ഒരു കാരണവശാലും. ആയുർവേദത്തിൽ പറയുന്നുണ്ട് ശിരോസ്നാനം എപ്പോഴും പച്ചവെള്ളത്തിലേ പാടുള്ളൂ. നമ്മൾ കോൾഡ് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂടുവെള്ളം തലയിൽ ഒഴിച്ചാൽ അതിനാൽ തന്നെ തലയുടെ മുടി കൊഴിയാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറയുന്നതാണ് ഈ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ ഓവർ സോൾട്ട്, പിന്നെ ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ ഓവർ പുളി, എരിവ്, പുളി, മസാല, ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഉപയോഗങ്ങൾ, ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഒന്ന് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ്. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് ശരിയായ രീതിയിലുള്ള പോഷകാഹാരവും ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളും ഈ മുടി കൊഴിച്ചിലിന് ഏറ്റവും സഹായകമാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് തലയിൽ എണ്ണ തേക്കണം. നമ്മളിപ്പോഴത്തെ രീതി അനുസരിച്ച് ഷാമ്പൂട്ട് എണ്ണയൊക്കെ കഴുകിക്കളയുക, മുടി അത്ര അങ്ങ് സൗണ്ടായിട്ട് വളരില്ല. അപ്പോൾ അത് തന്നെ വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ളത് എന്താണ്? എള്ളെണ്ണയാണ്. അത് ഒറിജിനൽ എള്ളെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയിട്ട് കാച്ചിയ തൈലങ്ങൾ, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള തൈലങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, അതൊക്കെ തേച്ച് കുളിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ മുടി എപ്പോഴും വിരലും കൊണ്ട് ഒതുക്കുന്നതിനേക്കാൾ നല്ലത് ചീർപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഈരണം. ഡെയിലി ട്വൈസ് അത് ചെയ്യണം നമ്മൾ. അപ്പോഴാണ് ആ ഹെയർ ഫോളിക്കിളിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദവും സ്ട്രെസ്സും ഒക്കെ നമ്മളൊന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളും മുടി കൊഴിച്ചിലിനെ തടയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട വിധങ്ങളുമാണ് ഞാൻ മേൽപ്പറഞ്ഞ പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്തത്. നവമാധ്യമങ്ങളിലൂടെ മുടി കൊഴിച്ചിൽ മാറാൻ ഒറ്റമൂലി പ്രയോഗങ്ങളുമായി നിരവധി പേർ കടന്നു വരാറുണ്ട്. അത്തരം പരീക്ഷണങ്ങൾ സത്യത്തിൽ ഫലപ്രദമായിരിക്കുമോ? നമ്മൾ സാധാരണ പല കുട്ടികളും, പെൺകുട്ടികൾ പ്രത്യേകിച്ച് OP-യിൽ വന്നിട്ട് പറയും, ഞങ്ങൾ യൂട്യൂബിൽ കണ്ട് അത് ചെയ്തു, ഇവിടെ ഇവർ പറഞ്ഞു ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പെൺകുട്ടികൾ വരാറുണ്ട്. ഈ ഓരോ യൂട്യൂബിൽ വരുന്നതിനെ ഒന്നും ഞാൻ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതല്ല. അത് പർട്ടിക്കുലറായിട്ട് ചില വ്യക്തികൾക്ക് ആ യൂട്യൂബിൽ അത് ചെയ്ത് ഇഫക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ് അത് വേറൊരാൾ അതെടുത്ത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മുടി വളരുന്നതിന് പകരം മുടി കൊഴിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു കൃത്യമായിട്ട് ഈ മുടി കൊഴിച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മുടി കൊഴിച്ചിലിൻ്റെ പല പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ സ്ക്രീൻ ചെയ്യണം. സ്ക്രീൻ ചെയ്ത് അതിൻ്റെ കാരണങ്ങളെ കൂടി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പിന്നെ മുടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും പഴവർഗ്ഗങ്ങളും അയൺ കണ്ടൻറ്റും ഒക്കെ നമ്മൾ ചേർത്ത് പ്രോട്ടീൻ ഡയറ്റൊക്കെ കൊടുത്ത് പ്ലസ് സ്പെഷ്യലായിട്ടുള്ള മെഡിക്കേറ്റഡ് ഓയിൽസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് ചെയ്യുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ മുടി കൊഴിച്ചിലിന് ഒരു ശാശ്വത പരിഹാരം നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ യൂട്യൂബിൽ കണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്യാതെ അത് നല്ല ഒരു കൺസൾട്ടൻറ്റിനെ കണ്ട് ഇന്ന കാര്യം ഞാൻ കണ്ടു, അതിൽ എത്രത്തോളം എഫിക്കസി ഉണ്ട്, എത്രത്തോളം അത് ഗുണകരമായിട്ട് തീരും ഡോക്ടറെ എന്ന് നമ്മൾ ചെന്ന് നല്ലൊരു ഫിസിഷ്യനുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് അവരുടെ ഉപദേശപ്രകാരം
ആ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതാണ് ബുദ്ധി എന്നാണ്, അതാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് മുടി കൊഴിച്ചിലിന് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഈ ധൂമപാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ വല്ലാണ്ട് ഇൻഫെക്ഷൻ ഉള്ള സ്റ്റേജുകളിലൊക്കെ നമ്മൾ ചില കേസുകളിൽ കൊടുക്കാറുണ്ട്. എന്നല്ലാതെ ഒരു വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു തെറാപ്പിയായിട്ട് അത് തോന്നുന്നില്ല. ഇനി തലയിൽ എപ്പോഴും തേക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് താളിയാണ്. ശീക്കാക്കായ്പൊടി, വിവിധ തരം താളികൾ, ചെറുപയർ പൊടി, അതുപോലെ തന്നെ കടലമാവ്. ഇതൊന്നും പറ്റാത്ത രീതിയിൽ കുറച്ച് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ള കുട്ടികൾ പറയും ഞങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള പൊടികൾ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും മെഡിക്കേറ്റഡ് ഷാമ്പു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് ഫീക്കോസാൻ കഷായ ഷാമ്പു, അതുപോലെ തന്നെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില ഔഷധ ഷാമ്പുകളുണ്ട്, സ്കർഫോൾ ഷാമ്പു, ഇതൊക്കെ സാധാരണ രീതിയിൽ ഞാൻ അഡ്വൈസ് ചെയ്യാറ്. പക്ഷെ കഴിയുന്നത് നാച്ചുറലായിട്ടുള്ള താളികൾ, അതുപോലെ തന്നെ ചെറുപയറിൻ്റെ പൊടി, കടലമാവ് ഇതൊക്കെ തേച്ച് തല കഴുകുന്നതാണ് ഏറ്റവും ഉത്തമമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് ചില വ്യക്തികളെ അറിയാം, അവർക്ക് 10-60 വയസ്സൊക്കെ ആയി, എന്നാൽ പോലും അവരുടെ ഒരു മുടി പോലും കൊഴിയണമില്ല, നരച്ചിട്ടുമില്ല. കാരണം എന്താ, അവർ ഈ റെജിമെൻറ്റ്സൊക്കെ കൃത്യമായിട്ട് കീപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അവരൊരിക്കൽ പോലും തലയിൽ ഷാമ്പൂ സോപ്പോട്ട് തല കഴുകാറില്ല എന്നാണ് അവർ പറയുന്നത്. ചെറുപയർ പൊടിയോ അങ്ങനെ അതൊക്കെ തേച്ചിട്ടാണ് അവർ തല കഴുകുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഈ റുട്ടീൻ സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് മുടി അങ്ങനെ കൊഴിയുന്നതോ മുടി നരയ്ക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ഏത് തരത്തിലുള്ള എണ്ണകളാണ് തലമുടിയിൽ ഉപയോഗിക്കുന്നതിന് നല്ലതെന്ന് സിസ്റ്റർ ഒന്ന് വിശദീകരിക്കാമോ? സാധാരണ രീതിയിൽ നമ്മൾ മുടി കൊഴിച്ചിലിന് നമ്മൾ ഉപയോഗിക്കുന്ന നീലിഭൃംഗാദി വെളിച്ചെണ്ണ, അതോടൊപ്പം തന്നെ കയ്യുണ്ണിയാദി വെളിച്ചെണ്ണ, നരസിംഹം വെളിച്ചെണ്ണ, കേശവർദ്ധിനി വെളിച്ചെണ്ണ, അതോടൊപ്പം തന്നെ സേസ ഓയിൽ, ന്യൂട്രിച്ച് ഓയിൽ, ഇതൊക്കെ സാധാരണ രീതിയിൽ കൊടുക്കുന്ന മെഡിസിൻസാണ്. അതിൽ ആദ്യം പറഞ്ഞതെല്ലാം ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് ശാസ്ത്രത്തിൽ പറയുന്ന രീതിയിൽ കാച്ചി ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. പിന്നെ സെസ ഓയിൽ, ന്യൂട്രിച്ച് ഓയിലൊക്കെ കമ്പനികളായിട്ട് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയ തരം കമ്പനി ഓയിൽസാണ് മുടിയുടെ ഗ്രോത്തിനായിട്ട്. തലയിൽ വട്ടച്ചൊറി പോലെ കാണുകയും അവിടങ്ങളിലെ മുടികൾ പൂർണ്ണമായി കൊഴിഞ്ഞു പോകുകയും ചെയ്യുന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ സിസ്റ്റർ? ഇപ്പോൾ മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷനിൽ ഒരിക്കലും മുടി കൊഴിയില്ല. അത് ഒരു ഇന്ദ്രലുപ്തം എന്ന് പറഞ്ഞ ഒരു അലോപേഷ്യ എന്ന് പറഞ്ഞ ഒരു അസുഖത്തിലാണത്. അത് വേറൊരു കോണ്ടെക്സ്റ്റാണ്, വേറൊരു ത്വക്ക് രോഗമാണ്. അതിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ആയുർവേദത്തിൽ. അത് ഫോളോ ചെയ്യേണ്ടതായിരിക്കും. അല്ലാതെ വെറുതെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് സാധാരണ അത്ര കഠിനമായിട്ട് മുടി കൊഴിയുന്നത് കണ്ടിട്ടില്ല. മുടി കൊഴിച്ചിൽ മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണമാണോ? മുടി കൊഴിച്ചിൽ ഒരു കൃത്യമായിട്ടൊരു രോഗമാണെന്ന് പറയാൻ പറ്റില്ല. പല അസുഖങ്ങളുമായിട്ട് ചേർന്ന് വരുന്നതാണത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, കീമോതെറാപ്പിക്ക് ശേഷം മുടി കൊഴിയും. അതുപോലെ PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, PCOD. ഇന്നത്തെ യുവതികളിൽ, വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള യുവതികളിൽ സാധാരണ കാണുന്നതാണ് PCOD. പിന്നെ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, അതുമൂലം പലർക്കും ഇപ്പം മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണുന്നുണ്ട്, ഇതൊരു ലക്ഷണമായിട്ടും കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് പ്രസവാനന്തരം ഈ മുടി കൊഴിച്ചിൽ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസവാനന്തരം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷകമാണ്. അത് നമ്മൾ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അതിന് തത്തുല്യമായ രീതിയിലുള്ള പോഷകങ്ങളുടെ ഇൻടേക്ക്, ആ ബാലൻസിങ് ബോഡിയിൽ നടന്നില്ലെങ്കിൽ മുടി കൊഴിച്ചിൽ സാധാരണ രീതിയിൽ ഉണ്ടാകാറുണ്ട്. അതിന് മുടി കൊഴിച്ചിലിന് നമ്മൾ ന്യൂട്രിയൻ്റ്, പോഷക മൂല്യമുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, പാല്, ഇലക്കറികൾ, അതോടൊപ്പം തന്നെ എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കാവുന്ന എണ്ണകൾ, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാൻ മുടി കൊഴിച്ചിലിനെ കുറിച്ചും അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ പെട്ടെന്നുള്ള മുടി കൊഴിച്ചിൽ, സാവകാശം മുടി കൊഴിയാൻ കാരണം, അതിൻ്റെ ചികിത്സകൾ, ഒറ്റമൂലികൾ, അപഥ്യങ്ങൾ, പ്രിവെൻഷൻ, മുടി കൊഴിച്ചിൽ തടയാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് സവിസ്തരം ഞാൻ ഇവിടെ പ്രതിപാദിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുടി കൊഴിച്ചിലിന് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുർവേദ ചികിത്സാശാസ്ത്രമാണ്. അത് നിങ്ങൾ സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യാതെ നല്ലൊരു ആയുർവേദ ഫിസിഷ്യൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശമൊക്കെ സ്വീകരിച്ച് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്, മുടി കൊഴിച്ചിലുമായിട്ടും താരനുമായിട്ടും നരയായിട്ടൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇഫക്റ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, വിശദീകരിച്ചു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്. ആയുർവേദം അതിന് ഒത്തിരി ഇഫക്റ്റീവാണ്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.